സ്നേഹപ്പെട്ട എല്ലാവർക്കും പ്രതിനിധിയിലേക്ക് സ്വാഗതം. അലംഭാവത്തോടു കൂടിയ ദൈവഭക്തി വലുതായ ആദായം ആകുന്നു താനും. 1 തിമോഥെയോസ് 6 വാക്യം. ദൈവവചനത്തെ തൃപ്തനെന്നോ അതൃപ്തനെന്നോ ഉള്ള വാക്കുകൾ നാം കാണുകയില്ലായിരിക്കാം. എന്നാൽ നാം ഇതിന് സമാനമായ ഒരു ആശയം കാണുന്നു. തിമോഥെയോസിന് എഴുതിയ 1 ലേഖനത്തിൽ ഈ ലോകത്തിലെ വസ്തുക്കൾക്ക് പകരമായി ദൈവത്തിന് മൂല്യം കണ്ടെത്തുവാൻ പൗലോസ് തിമോഥെയോസിനെ ആഹ്വാനം ചെയ്തു. ലോകത്തിൻ്റെ വാഗ്ദത്തങ്ങൾ പൂർണ്ണമായും പൂർത്തീകരിക്കാറില്ല. പകരം ദൈവത്തിൻ്റെ തൻ്റെ അസ്തിത്വം കണ്ടെത്തുവാൻ പൗലോസ് തിമോഥെയോസിന് പറയുന്നു. അലംഭാവത്തോടു കൂടിയ ദൈവഭക്തി വലുതായ ആദായം ആകുന്നതാണ്. 1 തിമോഥെയോസ് 6 വാക്യം. ഉന്മാനം ഉടുപ്പാനും ഉണ്ടെങ്കിൽ മതി എന്ന് നാം വിചാരിക്കാം എന്ന വാക്യത്തെ പൗലോസ് ഒരു തൃപ്തനായ വ്യക്തിയോട് സംസാരിക്കുന്നു. ഈ ലോകം വാഗ്ദാനം ചെയ്യുന്ന അസംഖ്യം വഴികളിൽ ഞാൻ ശ്രദ്ധ കേന്ദ്രീകരിക്കുമ്പോൾ ഞാൻ വിശ്രമമില്ലാത്തവനും അതൃപ്തനും മാറുന്നു. എന്നാൽ ദൈവത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും അതൃപ്തിയുടെ അവസ്ഥയെ ഉപേക്ഷിക്കുകയും ചെയ്യുമ്പോൾ എൻ്റെ ആത്മാവ് യഥാർത്ഥ തൃപ്തിയും വിശ്രമവും അറിയിക്കുന്നു. നിങ്ങളൊരു തൃപ്തനായ മനുഷ്യനെ തീരുമോ? എന്തുകൊണ്ടല്ല? ദൈവമായുള്ള ബന്ധം നിങ്ങളുടെ ജീവിതത്തിൽ ആകെ സംതൃപ്തിയെ എങ്ങനെയാണ് ബാധിക്കുന്നത്? പ്രാർത്ഥിക്കാം. പിതാവേ, ലോകത്തിന് ഒരിക്കലും നൽകാൻ കഴിയാത്ത സംതൃപ്തിയും സന്തുഷ്ടിയും അങ്ങുമായുള്ള ബന്ധത്തിൽ എനിക്ക് ലഭിക്കും എന്ന് ഓർമ്മിപ്പാനും കണ്ടെത്തുവാനും എന്നെ സഹായിക്കണമേ. ആമേൻ. താങ്ക് യു. ഗോഡ് ബ്ലെസ് യു. പുതിയ